മാഷെ പരിപാടി ഗംഭീരാണ്. ഉദ്ഘാടനത്തിൽ MLA, MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മേയർ ഇവരാരും ഉണ്ടാവില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും. 3 മണിയാകുമ്പോഴേക്കും അവരെത്തും. അപ്പോഴേക്കും എല്ലാ ഒരുക്കങ്ങളും തീർക്കണം. അയാള് കാലൊടിഞ്ഞ് കിടക്കുമല്ലേന്ന്. അതുകൊണ്ടാണല്ലോ വരാന്ന് പറഞ്ഞത്. നീ ഈ കാര്യത്തിൽ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവരുടെ ഈ പരിപാടി തീരുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എടാ സുബ്ര, ഓല് വരുന്നതിന് മുമ്പെങ്കിലും ഇതൊന്ന് കെട്ടി തീർക്കണം. ഇങ്ങളെന്താന്ന് പറയുന്നത്? ഇതങ്ങനെ എളുപ്പത്തിലൊന്നും ചെയ്തു തീർക്കാൻ പറ്റിയ പണിയല്ല. കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കിയിട്ട് കലാപരമായിട്ട് കെട്ടണം. പിന്നെ മല മറക്കല്ലേ. കണ്ടിട്ട് വലിയ കലാപരമൊന്നും തോന്നുന്നില്ലല്ലോ ആശാരെ. എടാ പച്ചത്തത്തെ, ആ ചുണ്ടുന്നേ ആ റിബണം കെട്ടിത്തടാ, ചുണ്ട് ചോന്നു പോകും. മാഷെ ഈ തോരന് വെച്ച് ഒരു നേരം വെളുപ്പിക്കൂട്ടോ. നീ ഒന്നും ഇപ്പൊ പറയാൻ പോണ്ട, പറഞ്ഞാ ഉള്ളതും ഉണ്ടാവില്ല. കാലം മാറി. പക്ഷെ പരിപാടി ഗംഭീരാവണം. ഒന്നും ഒരു കുറവുണ്ടായിരുന്നു. ഗംഭീരാവാൻ വേണ്ടിട്ടാ ഈ പറയണത്. നമ്മളെ നാടിന് വേണ്ടിയിട്ട് ജയിലിൽ പോയ ആൾക്കാർക്കുള്ള സ്വീകരണമാണ്. ഗംഭീരാക്കണം. അതെ, ഈ നാടൊന്ന് ഇളകി മറയണം. നിങ്ങള് നാട് ഇളക്കി മറിച്ച് നടന്നോളി. പിന്നെ ഇന്നെക്കൊണ്ട് ഒറ്റക്ക് കയ്യിലോട്ടോ അങ്ങനെ ഓടി നടക്കാൻ. അതൊക്കെ അടക്കട്ടെ. സൗണ്ട് ഓക്കെ ആണോ? സൗണ്ട് റെഡി ആണല്ലോ. എന്റെ സൗണ്ട് അല്ലടോ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഓക്കെ ആണോന്ന്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓക്കെയാണ്. ഓല് ഇവിടെ കൊണ്ടുവന്നോളും. പിന്നെ ജനറേറ്റർ ഉണ്ടാവില്ല, കറണ്ട് ഇവിടെ നേരം കുത്തി വലിക്കേണ്ടി ഇരുന്നാണ്. ഓ, അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനം. ഓലെ കൂട്ടി കൊണ്ടുവരാനുള്ള വണ്ടീന്റെ കാര്യത്തിലോ? വണ്ടി റെഡിയാണ്. ഓ, ചെറിയൊരു സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ട്. ബാറ്ററി നീ ബാറ്ററിയും കമ്മിറ്റന്റ് വാങ്ങി തരേണ്ടി വരുമോ? എങ്ങനെയാ? ബാറ്ററി മാറ്റിയാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. മാഷേ, ഒരു 4 ഉറുപ്പ്യന്റെ കേസുള്ളൂ. ഓ, അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അല്ലാന്ന് ഇവർക്കൊക്കെ എന്തിനാ സ്വീകരണം കൊടുക്കണേ? ഇവര് നാടിന് വേണ്ടി എന്തിട്ടാ ചെയ്ത്? എന്തറിഞ്ഞിട്ടായി പറയണത്? അനക്ക് ഓലെ പറ്റി എന്താ അറിയോ? എടോ, ആ 2 ചെറുപ്പക്കാര് നാടിന് വേണ്ടി ത്യാഗം ചെയ്ത് ജയിലിൽ പോയതുകൊണ്ടാണ് ഞാനും അടങ്ങുന്ന പൊതുസമൂഹം സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതും ഇന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കണതും. അല്ല അത് പോട്ടെ, ഉണ്ടല്ലോ നാട്ടില്, അനക്കെന്തെങ്കിലും ചെയ്യാൻ തോന്നിയോ? എന്റെ അച്ഛനും ജയിലിൽ പോയിക്കല്ലോ. അന്നൊന്നും ആരും ഒരു സ്വീകരണം കൊടുത്തില്ലല്ലോ. തേങ്ങ കട്ടിട്ട് ജയിലിൽ പോയോനെ സ്വീകരണം കൊടുക്കാൻ സ്കോപ്പ് ഇല്ല മോനെ. ഒന്ന് പോയിക്കേ വരി ഭാഷകള്. അമ്പട അച്ഛ തേങ്ങ കള്ള. ഇതാര്? പച്ചപ്പുഴോ? എടാ, ഈ റിബണൊക്കെ തലയെ കെട്ടി നടക്കുക. ഇതൊക്കെ എവിടെ തൂക്കാനുള്ളല്ലേ? അല്ല സുബ്രേട്ടാ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? കണ്ടില്ലേ, നാടകത്തിന് സെറ്റിട്ട മാതിരിയല്ലേ ഞാൻ സെറ്റിട്ടേ. ആ നിങ്ങള് പറഞ്ഞ സത്യ, നാടകത്തിന് സെറ്റിട്ട മാതിരി തന്നെ ഉണ്ട്. അതല്ലാന്ന് നിങ്ങൾ ഏതേ നാടകം വിജയിച്ചിരിക്കണോ? നാടകത്തെ പറ്റി അനാവശ്യം പറഞ്ഞാലല്ലോ. നാടകം എന്റെ ജീവനാ. എന്റെ ഗഡോൽക്കഥൻ എന്ന് പറഞ്ഞ നാടകമുണ്ട്. അത്ര കട്ടി വേണ്ട. അത്ര കട്ടി വേണ്ടേ? എന്നാ കട്ടി കുറഞ്ഞു തരാം. ആദ്യം ഒന്ന് മര്യാദയ്ക്ക് പറയാൻ പഠിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, ആ നാടകത്തിന് സെറ്റ് വർക്കിനുള്ള അവാർഡ് വാങ്ങിയ ആളാ ഞാൻ വിശ്വസിച്ച്. നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. നമ്മളെ പരിപാടിയെല്ലാം ഗംഭീരാവും. തുടക്കത്തിൽ വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഒടുക്കത്തിലെങ്കിലും വേണം. എന്ത്? എൻ്റെ ഒരു പാട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നന്ദി പ്രകടനം കഴിഞ്ഞിട്ട് മാഷ പാട്ട്. അതാവുമ്പോ പിരിച്ചുവിടാൻ വേറെ കൊണ്ട് പോകണ്ടല്ലോ. ഏഴിമല പൂഞ്ചോല ഹോ 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 മാമലയ്ക്കും മണിമാല ഹോ 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 പൊന്മാലേ ആ പൊന്മാലേ ആ എന്താ എന്റെ പ്രശ്നം? എന്റെ ഏട്ടന്മാരെപ്പോഴാ കൊണ്ടുവരിക? എനിക്ക് ഓലൊന്ന് കാണണം. മോനെ ഓല് മരിച്ചിട്ട് കൊണ്ടുവരല്ല, ജയിലിൽ നിന്ന് വരിക. എന്തായാലും വേണ്ടില്ല, ഒന്ന് കണ്ടാ മതി. ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കാൻ കാരണം ഓല. ഞാനൊരു കാര്യം പറയാം, 2 ധീരന്മാരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അവർ വരുന്ന സമയത്ത് ഈ മൊബൈലും പിടിച്ച് സെൽഫി എടുക്കാനും അതും ഇതെന്ന് പറഞ്ഞ് ഉണ്ടും തള്ളും ബഹളമൊന്നും ഉണ്ടാക്കരുത്. പുറമേ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. പറഞ്ഞു സമയം പോയി. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. സ്വാഗതം ഞാൻ പറയാം, അധ്യക്ഷൻ മാഷ് വഹിക്കട്ടെ. നന്ദിതാ സുബ്രേട്ടൻ പറയും. നന്ദി മൂപ്പര് പറയണ്ട, മൂപ്പർക്ക് നന്ദി ഇല്ലാത്ത. നിങ്ങൾ മാറിക്ക്. അങ്ങനെയാണ് നന്ദി ഈ പറയാം. അതോടുകൂടി എന്ത് ചെയ്യും?
പരിപാടി ഗംഭീരാവും. നമ്മൾ പിരിച്ചുവിടും മാഷ പാട്ടോട് കൂടിയിട്ട്. ഓക്കെ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ. അല്ലടോ നോട്ടുമാല അപ്പൊ ആരാടുക? നോട്ടുമാല ഞങ്ങൾ ഇട്ടോളാം. അയ്യടാ നോട്ടുമാല ഞാൻ ഇട്ടോളാം. ഓലാണ് ഇടണെങ്കിലേ നോട്ടിന്റെ എണ്ണം കുറയും. എടാ ഓലെത്താൻ സമയം ഈ വാ വരി. ₹100 ചില്ലറാക്കിയാലേ? 1000-ന്റെ നോട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പെട്ടെന്നുള്ള തിരക്കൊണ്ടേ കിട്ടിയില്ല. 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചിട്ട് കാലം കുറേ ആയിടോ. ജയിലിൽ കിടക്കുന്ന ആളെ പോട്ടാക്കുക. അന്നോട് പറഞ്ഞല്ലേ സെൽഫി എടുക്കരുതെന്ന്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. ഓലെന്റെ ഏട്ടന്മാരല്ലേ? മാറിയെന്നാ. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭമായ ഉറുക്കുമണി, കൂമൻ അബ്ദു, ഈ രണ്ടുപേരും വളരെ പ്രധാനമായ കാര്യങ്ങൾ ചെയ്ത വിവരം നിങ്ങൾക്കറിയാമല്ലോ. ആ വീര സാഹസിക കഥ, കൊലപാതക പരമ്പരകളുടെ കഥ നമുക്ക് ഇവരിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട്. ഇവർ ചെയ്ത ആ മഹാകൃത്യം കൊണ്ടാണ് നമ്മൾ ഈ നാട്ടിൽ സ്വസ്ഥതയോട് ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ധീരന്മാരായ ചെറുപ്പക്കാരെ പൗരസമിതിയുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരണമാണ്. ആദരവ്. സ്വീകരിച്ചാലും ആദരവ്. അല്ല രണ്ടാം കൂടിയാണ്. പ്രിയമുള്ളവരെ, ഇവർ നടത്തിയ കൊലപാതക പരമ്പരകളുടെ ചുരുളഴിക്കാൻ ഞാൻ ഇവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ നാട്ടിലെ കുപ്പിയും പാട്ടയും പെറുക്കി നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള 2 ചെറുപ്പക്കാരാണ് ഞാനും കൂമൻ അബ്ദു. ഞാൻ ഈ കൊലപാതകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ആളാണ് കൂമൻ അബ്ദു. ഊർക്കൊരു കാര്യം തീരുമാനിച്ചാലേ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതി. അതിപ്പോൾ കൊല്ലാനായാലും വളർത്താനായാലും. കൊല്ലാൻ വിളിച്ചപ്പോൾ ഇവൻ എന്നോട് ചോദിക്കുക വളർത്താനാണോന്ന്. ഞാൻ പറഞ്ഞല്ല, കൊല്ലാനാന്ന്. കുടുംബത്തിൽ കയറി കളിച്ചാൽ പിന്നെ കൊല്ലുക എന്നല്ലാണ്ട് പിന്നെ എന്താ വഴി? എനിക്ക് ആകെയുള്ളത് വല്യമാമനാ. ആ വല്യമാമൻ അല്ലാണ്ടായത് പിന്നെ എനിക്ക് കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? എൻ്റെ പൊന്നു പോലത്തെ മോളെ അല്ലാണ്ടാക്കി. അല്ല ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പേടിയും തോന്നിയില്ല? പേടിയോ? കണ്ണൂർ സെൻട്രൽ ജയിൽ ആണുങ്ങൾക്കുള്ളതാ. നമ്മളതിന് കോഴിക്കോട് ജില്ലാ ജയിലല്ലേനോ? ചെറിയൊരു തിരുത്തുണ്ട്. കോഴിക്കോട് ജില്ലാ ജയിൽ ആണുങ്ങൾക്കുള്ളതാ. അതെ. നിങ്ങൾക്ക് വല്ലാത്ത ചങ്കുറപ്പാട്ടോ. അല്ല ജയിൽ ജീവിതം നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? എൻ്റെ സഹതടവുകാരൻ ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ തമിഴ് പഠിച്ചു. ഇവൻ്റെ സഹതടവുകാരൻ ഒരു ബംഗാളിയായിരുന്നു. അതുകൊണ്ട് ഇവൻ കുറേ ഹിന്ദിയും പഠിച്ചു. സൗഖ്യം താനാ? സൗഖ്യമായിരിക്കും സാർ. അല്ല ഉറുക്കുമണിയേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ കൃത്യം നിർവഹിച്ചതും അതിനുശേഷം ജയിലിൽ പോയതും ഒന്ന് വിശദീകരിക്കാമോ? എടാ എന്താടാ? കൊന്നു. ആരെ കണ്ടോ ഇങ്ങനെ ചെയ്യുന്നേ? ആരും കണ്ടില്ല. എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാനൊന്നും പറ്റില്ല. കിടന്ന് പിടയ്ക്കുക. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു. വണ്ടി എടുക്ക്. കഴിഞ്ഞോ എന്നിട്ട്? ഒക്കെ തീർന്നു. എടുക്കെടുക്കെ.
വേറെ കണ്ടോ എന്നുള്ള എടുക്കണം വണ്ടി. എന്നിട്ടോ വെട്ടി നുറുക്കി 350 പീസാക്കിയടോ. എന്ത് പോത്തിറച്ചി. പോത്തിറച്ചിയോ? ആ, ഈ പോത്തിറച്ചി 350 പീസാക്കിയിട്ട് വിഷം പുരട്ടിയിട്ടല്ലേ ഈ പഞ്ചായത്തിലെ നായ്ക്കൊക്കെ ഞങ്ങൾ കൊടുത്ത് 350 നായ്ക്കൾ ചാകുന്നത്. ഞങ്ങൾ ജയിലിൽ പോന്ന് ഇല്ലടാ. എന്റെ ചന്തി കടിച്ചു പറിച്ച നായ്ക്കളെ കൊന്ന ഈ ഏട്ടന്മാരാ. നായിനെ കൊന്നാലും ജയിലിലാവൂലേ? സുബ്രോ, ഞാൻ ആദ്യം വിചാരിച്ച ചോദിക്കാനും പറയാനും നായ്ക്കൊക്കെ ആരും ഇല്ലാന്നാ. പിന്നെയാ മനസ്സിലായത് ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും നായ്ക്കൊക്കെ ആൾക്കാരുള്ളൂ. ഈ വിഷം പുരട്ടിയ ഈ ഇറച്ചി കൊടുക്കുന്നതിനിടയിൽ ഡോക്ടർ രമണീന്റെ ജർമ്മൻ ഷെപ്പേഡ് വന്ന് പെട്ട്. ഷിപ്പ്യാർഡോ? ഷെപ്പേഡല്ലടാ, ഷെപ്പേഡോ. ആ, അങ്ങനെ ഞാൻ എന്തോന്ന് വലിയ ബലേന്റെ നായാടോ. അതിന്റെ കേസ് വേറെ. അല്ല, എനിക്കൊരു സംശയം. ഈ ചാനലുകളിലൊക്കെ നായികളെ പറ്റി കൂടുതലും ബാധിക്കുന്നത് സ്ത്രീകളാണല്ലോ. എന്താ ഇതിന്റെ ഒരു കുട്ടൻസ്? കാറിൽ പോകുന്ന സ്ത്രീകളെ അത് പറയൂ. തൊഴിലുറപ്പിനും കുടുംബശ്രീക്കെല്ലാം പോകുന്ന സാധാരണ സ്ത്രീകൾ അത് പറയില്ല. അതാ കാര്യം. നായനെ കൊല്ലാനുള്ള നിയമം വരാൻ പോകുന്നുണ്ടല്ലോ, അത് വന്നിട്ട് ചെയ്താൽ പോയിരുന്നു. ഇതൊക്കെ നമ്മളെ രാജ്യത്തെ നിയമല്ലേ, പാസ്സായി വരുമ്പോഴത്തേക്ക് ജനങ്ങളെ മുഴുവൻ നായ കടിച്ചിട്ട് പ്രാന്തായിട്ടുണ്ടാവും. ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു. നായ്ക്കൊക്കെ അനുകൂലമായിട്ടാണ് നിയമം വരുന്നതെങ്കിൽ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ നായ്ക്കളും വിഷം കൊടുത്ത് കൊന്നിട്ട് ഞങ്ങൾ ജയിലിൽ പോകും. നായ കടിച്ച് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്താവുന്നില്ല നല്ലല്ലേ? നായ്ക്കളെ കൊന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ജയിലിലേക്ക് പോകുന്നത്.